അങ്ങയുടെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനത്തെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്ന പോലെ എനിക്കും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നും പ്രശംസിപ്പാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ യേശു കർത്താവ് അത്ഭുതകരമായി ഇന്ന് പകലിലും അടിയൻ്റെ നാവിനോടുകൂടെ ആമേൻ ശബ്ദിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. നല്ല ഒരു പകൽക്കാലം കർത്താവിൻ്റെ സന്നിധി നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുക. എല്ലാ മഹത്വവും മാനവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം പുസ്തകം 55 അധ്യായത്തിൻ്റെ 16 വാക്യം. സങ്കീർത്തനം 55 അധ്യായം 16 വാക്യം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാനോ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. അപ്പൊ ദൈവത്തോടുള്ള വിളിച്ച് അപേക്ഷിക്കപ്പെടുന്നത് എങ്ങനെ? നമ്മുടെ ജീവിതം പ്രാർത്ഥനയുള്ള ജീവിതമാണോ? നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ളതാണോ? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതാ. പ്രാർത്ഥന വാതിലുകളെ തുറക്കുന്നതാ. പ്രാർത്ഥിക്കുന്നവനെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ കർത്താവിൻ്റെ അരികിൽ ചെന്ന് ശിഷ്യന്മാർ പറഞ്ഞു, നീയും ഞങ്ങളെ പ്രാർത്ഥിക്കാനൊന്ന് പഠിപ്പിക്കണം. യേശു കർത്താവിനെ കാണുമ്പോഴെല്ലാം നമ്മൾക്കറിയാം, ഗെത്സമനയുടെ തോട്ടത്തിനകത്ത് യേശു പ്രാർത്ഥിക്കുന്നത് കാണാം. ഏകനായ യേശു പ്രാർത്ഥിക്കുന്നതിന് മർക്കോസിന്റെ സുവിശേഷം 1:35-36 വാക്യങ്ങൾ വരുമ്പോൾ യേശു നന്നേ ഇരുട്ടുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ കാണാം. അപ്പോൾ പ്രാർത്ഥനയിൽ കൂടെ ദൈവവുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതാ. പ്രാർത്ഥിക്കുന്നവനെ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. 55 അധ്യായം 16 വാക്യം പറയുക, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഒരു പൂർണ്ണ വിശ്വാസമകത്ത് വേണം. പ്രാർത്ഥിക്കുന്നവനെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സങ്കീർത്തനം തന്നെ 65 അധ്യായത്തിൻ്റെ അതിൻ്റെ 2 വാക്യം. 65 അധ്യായം അതിൻ്റെ 2 വാക്യം. സകല ജഡവും നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരും. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. അപ്പൊ പ്രാർത്ഥന ആര് കേൾക്കും? എൻ്റെ കൂടെ നിങ്ങളില്ലല്ലോ. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ശബ്ദം ആര് കേൾക്കും? വേറൊന്നും കേൾക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ശബ്ദം ആര് കേൾക്കും? ദൈവം കേൾക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പ്രാർത്ഥന സകലത്തെയും അത്ഭുതമാക്കി മാറ്റുന്നതാണ്. പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതാ. പ്രാർത്ഥന ഒരഭയമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ ശനിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കായി മാത്രം വേർതിരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക ദൈവസന്നിധി ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ 8 ദിവസത്തോളം നമ്മൾ പ്രാർത്ഥനയിലിരിക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ വന്നു. വലിയ അത്ഭുതങ്ങൾ ആ പ്രാർത്ഥനയിൽ നടന്നു കഴിഞ്ഞിരിക്കും. അതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന വിടുതൽ എന്ന് പറയുന്നത്, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുന്ന എന്തിൽ കൂടെ വരുള്ളൂ? പ്രാർത്ഥനയിൽ കൂടെ വരുള്ളൂ. നിങ്ങൾ കാണിക്കവഞ്ചി നിറച്ചിട്ടാലും വരത്തില്ല. നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും വരത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്ന് അപ്പോസ്തല പ്രവൃത്തി 6 അധ്യായം അതിൻ്റെ 4 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6 അധ്യായം അതിൻ്റെ 4 വാക്യം. ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്ന ഒരു വാക്കാണ്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അപ്പൊ അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ രോഗികളെ സൗഖ്യമാകാം, ഭൂതഗ്രസ്തരെ വിടുവിക്കാം,
ഇതിൻ്റെ എല്ലാ പുറയിൽ എന്ത് നടക്കണം? എൻ്റെ കൂടെ ഉണ്ടോ? രോഗി സൗഖ്യമാകുന്നു, ഭൂതകസ്തർ വിടുവിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നതിന് പുറയിൽ ഒരു സംഭവമുണ്ട്. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ഭൂതകസ്തരെ വിടുവിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, കടലിനെ ശാന്തമാക്കി, സകലവും ചെയ്തു. അതിന് പുറയിലേക്ക് നിങ്ങൾ വന്നാൽ യേശു എങ്ങനെയുള്ളവനായിരുന്നു? യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശു കർത്താവിനെ പറ്റി പറയുമ്പോൾ എല്ലാ മേഖലകളിലകത്തും യേശു എങ്ങനായിരുന്നു? പ്രാർത്ഥിക്കുന്നവനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 14 എടുക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പടകിൽ കയറി അക്കരയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് യേശു മലയിലേക്ക് വാങ്ങിപ്പോയി. എന്തിനായിരിക്കാൻ പോയേ? ആണോ? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തി വെളിപ്പെടും. ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇരിക്കാൻ പോകുന്നത് എന്നതിനകത്താ? പ്രാർത്ഥനയിൽ. പ്രാർത്ഥന അനിവാര്യമാണോ? പ്രാർത്ഥന അത്ഭുതമാണോ? പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി വാതിൽ തനിയെ തുറക്കും. പ്രാർത്ഥന ഒരു താക്കോലാണ്. പ്രാർത്ഥന വിടുതലിന്റെ ശബ്ദമായി. എത്ര മിനിറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്? അങ്ങനെ നിങ്ങളൊന്നും സംസാരിക്കാതിരിക്കുന്നേ. എത്ര മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? മണിക്കൂർ ചോദിച്ചാൽ എല്ലാവരും സഭാ ഹോള് വിട്ട് വെളിയിൽ പോവും. കട്ടിലിൻ്റെ ത്രാശയിലിരുന്നുകൊണ്ട് 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിക്കുന്നേ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവ് സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം ദർശനങ്ങളെ തരുവാൻ എത്ര പേര് പറയും? പ്രാർത്ഥന ഞായറാഴ്ച രാവിലെ 8 മണിക്ക് കിടക്കപ്പായെന്ന് എഴുതി 8:30 9 ഒരുങ്ങി ആരാധനാലയത്തിൽ പോകുന്ന അല്ല ഞാൻ പറയുന്നത്. ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥന അനിവാര്യമാണെങ്കിൽ നിനക്ക് ലഭിക്കപ്പെടുന്ന ആഹാരത്താൽ വലിയ പ്രാർത്ഥനയാണ്. യേശു കർത്താവിനെ ആത്മാവ് കൂട്ടിക്കൊണ്ടുപോയി മരുഭൂമിയിലേക്ക്. എന്തിനു വേണ്ടി? പരീക്ഷകന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോഴും പ്രാർത്ഥനയിൽ യേശു ശക്തി പ്രാപിച്ചു. പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ നിറവിനോടുകൂടി വചനം പറയുക. അവൻ ഗലീലയ്ക്ക് മടങ്ങി വന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാ. അവൻ്റെ ശ്രുതി ദേശമെങ്ങും പരക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങും. ആമേൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അപ്പോസ്തലന്മാർ പറയുന്ന ഭാഗം നിങ്ങൾ പറഞ്ഞേ. അപ്പോസ്തലന്മാർ പറയുകയാണ്. ഇവിടെ പറയുന്നതിന്റെ കാരണം എന്നാ? ഞങ്ങൾ ഇവിടെ പറയുകയാണ്. അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും എന്തിരിക്കും? ഉറ്റിരിക്കും. എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നു? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവനോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവ് പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് അമ്മ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, തീ ഇറങ്ങാൻ അമ്മി പറയുമ്പോഴേ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുന്നു. ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് ജീവിതത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ മേൽ ഇരുട്ടിന്റെ അധികാരത്തിന് സ്ഥാനമില്ല. പ്രാർത്ഥിക്കുന്ന ഒരുവൻ കുരുക്കിനകത്ത് വീഴത്തില്ല, അവനെ കുരുക്കഴിക്കും. പ്രാർത്ഥിക്കുന്നവനെ പിശാച് ബന്ധിച്ചെന്ന് പറയത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ മന്ത്രവാദിയെ ഭയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ കൂടോത്രക്കാരനെ ഭയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ നിനക്കെതിരെ വരുന്ന പോരിനെ ഭയപ്പെടത്തില്ല. നിന്റെ മേൽ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്വർഗത്തിന്റെ ശക്തിയാണ്. അവൻ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന സ്വർഗത്തിന്റെ ശക്തിയാണ്. അവൻ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ശ്രദ്ധിച്ചാൽ അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എടുക്കണ്ട. 3-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ യേശു സ്നാനപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രാർത്ഥിക്കുന്നവന്റെ മേലെ പരിശുദ്ധാത്മാവിന്, സ്നാനപ്പെട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയല്ലേ. അവൻ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ സ്വർഗത്തിന്റെ ആത്മാവ് ഇറങ്ങുവാൻ തുടങ്ങും. അവൻ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ നടന്നാൽ അവനെ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിന്റെ ആത്മാവ് അവനെ പഠിപ്പിക്കും. പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് പകൽക്കാലം അറിയണം, പ്രാർത്ഥിക്കുന്നവന് ഭയപ്പെടേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്നുണ്ടോ? മന്ത്രവാദിയെ ഭയപ്പെടുന്നുണ്ടോ? ആ വിചാരക്കാരനെ ഭയപ്പെടുന്നുണ്ടോ?
നിങ്ങളുടെ ബന്ധം സ്വർഗവുമായിട്ടില്ലാത്തത് കൊണ്ട്, സ്വർഗവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, സ്വർഗവുമായി പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, സ്വർഗത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ഒരു മന്ത്രവാദിക്കും ഒരു ബന്ധനത്തിനും നിന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന തീയാണ്, പ്രാർത്ഥന അഭിഷേകമാണ്, പ്രാർത്ഥന വിടുതലാണ്, പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതമാണ്. അവന് വേണ്ടി വാതിലുകളെ തുറക്കുന്നത് ഈ ഭൂമിയിലെ മനുഷ്യനല്ല, അവന് വേണ്ടി തുറക്കുന്നത് സ്വർഗമാണ്. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി സകല വാതിലുകൾ അടച്ചാൽ സ്വർഗം ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്നവരാ. അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ആമീൻ, പ്രാർത്ഥനയിലും ആമീൻ വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്നത് എന്നറിയോ? പ്രാർത്ഥന വീര്യമാണ്, പ്രാർത്ഥന അത്ഭുതമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നോക്കി. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഇപ്പം പ്രാർത്ഥിക്കുന്ന ഒരുവൻ എവിടെയാ കിടക്കുന്നേ? കാരാഗ്രഹത്തിനകത്ത്. എന്തിലാ കിടക്കാൻ പോകുന്നേ? ഹെരോദാവ് നേരം വെളുക്കുമ്പോ പത്രോസിനെ കൊല്ലുവാൻ പോവുക. ഒരു നിയമം ഇട്ടിരിക്കുക. നേരം വെളുക്കുമ്പോ പത്രോസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, പത്രോസ് ബൈബിൾ കോളേജ് പഠിച്ചെന്നല്ല, പത്രോസ് വിദ്യാഭ്യാസം കൂടിയവനാന്നല്ല, പത്രോസ് സാധാരണ മനുഷ്യനാ, ഒരു മുക്കുവനായ മനുഷ്യൻ. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവന് ദൈവവുമായി ബന്ധമുണ്ടെന്നുള്ളതാ. എങ്ങനെ? പ്രാർത്ഥനയിൽ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിനകത്ത് കാണാം, വെണ്മാളത്തിൽ വിശന്നു വരുന്ന പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ഈ പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ ഇന്ന് കിടക്കുന്നത് ഹെരോദാവിന്റെ കൊട്ടാരത്തിനകത്തുള്ള കാരാഗ്രഹത്തിൽ കിടക്കപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി സ്വർഗം കരുതാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലമാണ്, നീ ഏത് പ്രതിസന്ധിക്കകത്താണേലും ഏത് പ്രതികൂലത്തിനാണേലും പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുമ്പോൾ അവർ 1-ാം കാവലിൽ 2-ാമത്തെ കാവലിൽ കടന്നു. പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി തെരുവിൽ കടന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നവന്റെ അകത്തറിയണം, നിനക്ക് വേണ്ടി തുറക്കുന്ന സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പറയണം, ഞാൻ ബന്ധനത്തിനാന്നല്ല പറയുന്നത്, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു ദൈവത്തെ എത്ര ഞാൻ പ്രസംഗിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവ ദൈവമായിട്ടാണെങ്കിൽ കാരാഗ്രഹത്തിനകത്ത് നിന്റെ കൈകളും കാലുകളും ബന്ധിച്ചാൽ ഞാൻ ഇന്ന് വിളിച്ചു പറയാ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇന്ന് വിശ്വസിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് പറയുന്നു, പത്രോസ് അപ്പോസ്തലൻ 1-ാം കാവലിൽ 2-ാം കാവലിൽ കടന്നു വരുമ്പോ മൂന്നാമത്തെ കവാടമായ പട്ടണത്തിന്റെ വാതിൽ അവന് തനിയെ തുറന്നതിന്റെ കാരണം പത്രോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? പ്രാർത്ഥന ദൈവശക്തിയാണ്. അതേ വാക്യത്തിന്റെ 18-ാമത്തെ വാക്യം പറയുക, നേരം വെളുത്തപ്പോൾ. കണ്ടോ, ഇന്ന് വരെ ബന്ധിച്ചിട്ടവൻ ബന്ധനത്തിൽ കിടന്നിട്ടുണ്ട്. ഇന്ന് വരെ ബന്ധനത്തിൽ കിടന്നവൻ കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്. കാരാഗ്രഹത്തിന്റെ ചരിത്രത്തിനകത്ത് ആദ്യത്തെ സംഭവം നടക്കാൻ പോവാ. ഇന്നലെ വരെ അടച്ചിട്ടവൻ, കാരാഗ്രഹത്തിനകത്ത് കൈകളിൽ ബന്ധിച്ചിട്ടവൻ ഇന്ന് വരെ അവിടെ കിടന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നോക്കിക്കേ, നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾ അല്പമല്ലാതെ പരിഭ്രമിക്കാൻ തുടങ്ങി. കാരാഗ്രഹത്തിനകത്ത് അടച്ചവൻ, ഇരുമ്പ് ഗേറ്റുകളുടെ അകത്ത് കിടന്നവൻ, പട്ടണത്തിന്റെ വാതിൽ അടച്ചിരിക്കുമ്പോ ഇത് മുഴുവൻ തുറന്ന് പുറത്തു വന്നെങ്കിൽ പത്രോസിന് പറയാം ഒന്നേ ഉള്ളൂ. പത്രോസിന് പറയാം, പത്രോസ് നീ എങ്ങനെ പുറത്തു വന്നേ? പത്രോസിന് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം വെളിപ്പിച്ചവനാണ്. പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ 1-ാം ഗേറ്റും 2-ാം ഗേറ്റും പട്ടണത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വരും കേട്ടോ. മനുഷ്യൻ അടച്ചു വെച്ചാലും ഇന്ന് ബലമായിട്ട് ഞാൻ വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി ഏതെല്ലാം വഴികൾ അടച്ചാല്, സഹോദരന്മാർ അടച്ചാല്, ബന്ധുക്കൾ അടച്ചാല്, ചാർച്ചക്കാർ അടച്ചാല്, തുറക്കാൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവനാണെങ്കിൽ, പ്രാർത്ഥന
പ്രാർത്ഥനയിൽ ഇരിക്കുന്നവനാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ അറിഞ്ഞോ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്നവനെ ബലപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കുന്നവനെ നടത്തുന്ന, പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥന ജീവിതത്തിന്റെ വഴിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ഭാവി ദൈവത്തിന്റെ കൈ സുരക്ഷിതമാണ്. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവൻ, ദൈവസന്നിധി നിലവിളിക്കുന്നവൻ, ദൈവത്തോട് കൂടെ നടക്കുന്നവൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. അവന് വേണ്ടി കരുതി വെക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അറിയണം, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കാക്കയെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി താവേ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി മന്ന കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചെങ്കടൽ വിഭാഗിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയിൽ ഇരിക്കുന്നവന് വേണ്ടി അഭിഷേകത്തോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന അഭിഷേകത്തിന്റെ ശക്തിയായി മാറും. ഓ, വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ഇവിടെ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതിന്റെ ഭാഗം ഇതായിരുന്നു. അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നവരായിരുന്നു? പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആമേ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. വേറൊന്നും പറഞ്ഞില്ല. ആമേ. അവർ ചെയ്യുന്നൊരു പ്രവൃത്തി പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലിരിക്കുന്ന. ഈ അപ്പോസ്തലന്മാർ പറയുമ്പോൾ തന്നെ ഓർത്തോളം, ആമേ, അവരേറ്റവും മർമ്മപ്രധാനമായ ഭാഗം അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആമേ. അടുത്ത ആളിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി എടുത്തേ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 28-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം അല്ലേ? 28-ാമത് 8-ാമത്തെ വാക്യം തന്നെ. ആ ആ പൗലോസിന്റെയും ഇവർ നിങ്ങളെ അകത്ത് വയ്ക്കണം. ഏത് പ്രതിസന്ധിയിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു? ഏത് പ്രതികൂലം വന്നാൽ ഇവരെന്ത് ചെയ്യും? ഇവർ പ്രാർത്ഥിക്കും. ഏതിന്റെ മുന്നോടി ഇവർക്ക് എന്താ? പ്രാർത്ഥനയാ. ഇവർ ഏത് സമയവും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറഞ്ഞ് ഒരുവന്റെ അരികിൽ ചെല്ലുക. പുറയിലേക്ക് ഞാൻ വരും. ഒരുവന്റെ അരികിൽ ചെല്ലുക. അരികിൽ ചെല്ലുമ്പോൾ പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് ചെന്നു പ്രാർത്ഥിച്ചു. ആ കണ്ടോ? പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ എന്തുണ്ട്? അത്ഭുതമുണ്ട്. ഓ, ഇന്ന് ഒന്ന് ഏറ്റെടുത്ത് നോർത്തണേ. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ചില അത്ഭുതമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എക്സാം എഴുതിയാൽ റാങ്കിൽ വരും. ഓ, പ്രാർത്ഥിക്കുന്നവൻ ഇന്റർവ്യൂവിന് പോയാൽ ആമേ തടയപ്പെടുന്നില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ വാതിലുകൾ തുറക്കും. മനുഷ്യൻ അടച്ചു വെച്ചാലും സ്വർഗം തുറക്കും. പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ ആമേ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ പറയുന്നു, പത്രോസ് അപ്പോസ്തലൻ കയറി ചെന്ന് അകത്തിയെന്ന് പ്രാർത്ഥിച്ചു, അവന്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. 9-ാമത്തെ വാക്യം. ആ, മറ്റുള്ളവരുടെ വിലയ്ക്ക് വന്നു. മർക്കോസിന്റെ 1:34-35 എടുക്കണമെന്നില്ല, ഞാൻ പറയാം. യേശു കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ചെന്നിട്ട് പറഞ്ഞു, നിന്നെ അവർ അന്വേഷിക്കുന്നു. യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിനോട് പറഞ്ഞു, നിന്നെ അവർ അന്വേഷിക്കുന്നു. യേശു പറയുന്നു, ഞാൻ അവരുടെ ഊരുകളിൽ പ്രസംഗിക്കേണ്ടതിനും അവരുടെ രോഗികളെ സൗഖ്യമാക്കേണ്ടതിനുമല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ യേശു കർത്താവ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്നായിരുന്നു? പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇവിടെ പൗലോസിനെ നോക്കിയേ. പൗലോസ് പ്രാർത്ഥിച്ച് ഒരുവന്റെ മേൽ കരം വെച്ചപ്പോ അവിടെ സൗഖ്യം വന്നപ്പോ അനേകർ എന്തിലെയോ ഇത് സംഭവിച്ച ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് അവരെന്ത് ചെയ്തു? ഓർത്തോണേ, പ്രാർത്ഥിക്കുന്നവനെ തമ്പുരാൻ മാനിക്കും. ഇന്ന് പകലെ അകത്തോട്ട് ഞാൻ കടത്തിക്കൊണ്ട് പോകണേ. നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് നീ പ്രാർത്ഥിക്കാൻ പാവരിച്ചു, അത്ഭുതം നടക്കാൻ പോവാ. ഓ, ഇന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് ഇന്ന് പകലിൽ ആമേ പ്രാർത്ഥിക്കുന്നവൻ എന്നതാന്ന് ജനം അറിയാൻ പോകുക. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഈ പൗലോസിന്റെ തുടക്കത്തിലേക്ക് വന്ന 28:4 ഒന്ന് വന്നേ. പൗലോസിന്റെ തുടക്കത്തിലേക്ക് വന്ന 28-ാമത്തെ വാക്യം. ആ ജന്തു എന്ത് ചെയ്യാൻ പോവാ? പൗലോസ് എങ്ങനെയുള്ളവനാണെന്ന് ഞാൻ പറഞ്ഞു നിർത്തി. പൗലോസ് പ്രാർത്ഥിക്കുന്നവൻ. ആരുമായിട്ട് ബന്ധമുണ്ട്?
ദൈവമായിട്ട്. അപ്പം അമ്മി പടകിൽ യാത്ര ചെയ്യുമ്പോൾ അമ്മി കപ്പൽ ഛേദം ഉണ്ടാകാൻ പോകും, കപ്പൽ തകരാൻ പോകുന്നു. പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടണ്ട, നിന്നെ നീറോയുടെ മുന്നിൽ ഞാൻ നിർത്താൻ പോകുമെന്നൊക്കെ ദൈവം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ആരെ കേട്ടിട്ടുള്ളൂ? നീ ചെന്ന് കേട്ടത് ചിലത് തമ്പുരാൻ പുറത്തോട്ട് കൊണ്ടുവരാൻ പോവാ. ഓ, നീ കേട്ടത് ചിലത് ഈ നാളുകളിൽ വെളിയിൽ കൊണ്ടുവരാൻ പോവാ ദൈവം. നീ കേട്ട ചില ശബ്ദമുണ്ടല്ലോ, അത് വെളിയിലോട്ട് വരാൻ പോവുക. നിന്റെ ശുശ്രൂഷയും നിന്റെ ഭവനവും നിന്റെ തലമുറയുടെ അവസ്ഥ ദൈവം ഒന്ന് മാറ്റാൻ പോവുക. അത്ര പേര് ആമേൻ പറയുന്നുണ്ട്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനകത്ത് നീ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച ദൈവം ചില പ്രവൃത്തിയാക്കി മാറ്റാൻ പോവുക. ഓ റബൽ ഖനാദി അന്തൽ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കപ്പൽ ഛേദം നടക്കാൻ പോകും. അവരോട് വന്ന് പറഞ്ഞു, ആമി കപ്പലേ തകരത്തുള്ളൂ, നിങ്ങൾക്കൊരു അപകടം വരത്തില്ല. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ ഉടയവൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ആമി ഇവന്റെ ഉടയവൻ പറഞ്ഞെങ്കിൽ ഇവൻ എന്തിനാ ഇതിനകത്ത് വന്നേ എന്നൊക്കെ അവരൊക്കെ ചിന്തിക്കത്തില്ല. നമ്മളും അങ്ങനെയൊക്കെയല്ലേ ചില ആൾക്കാർ ചിന്തിക്കുന്നേ. എന്നാ പിന്നെ എന്തിനാ ഈ പ്രതികൂലത്തെ അവൻ വന്ന് പെട്ടേ? ആമി പറഞ്ഞു, എൻ്റെ ഉടയവൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു കപ്പലിനെ തകരുള്ളൂ, നിങ്ങളിൽ ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല, എൻ്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞെങ്കിലും ആമി അവര് എല്ലാവരും നീന്തി മിലുത്തി ആ ദ്വീപിലങ്ങ് കയറി എല്ലാവരും ബർബരന്മാർ ഇവരോട് കരുണ കാണിച്ചു. കരുണ കാണിക്കാത്തവർ കരുണ കാണിച്ചു. അവിടെ തീക്കരൽ കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പൗലോസ് ഒരു കമ്പെടുത്ത് ഓർത്തോണം, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധി വന്നെങ്കിൽ അതൊരു പ്രമോഷൻ വരാൻ പോവുക. ഓ, എന്ന് പകലെ ആത്മാവിനകത്ത് ആമേ പ്രാർത്ഥിക്കുന്നവന്റെ അരികിൽ ചില പ്രതികൂലം വരുന്നുണ്ടെങ്കിൽ അടുത്ത പ്രമോഷന്റെ സമയമായി ആത്മാവിൽ വിളിച്ചു പറഞ്ഞോണം, ആമേ എന്റെ പ്രമോഷന്റെ സമയമായെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്തോ. ഇവിടെ പൗലോസ് അവൻ ഒരു വിറകെടുത്ത് പെറുക്കിയിടുമ്പോ അവന്റെ കയ്യിൽ ഒരു അണലി കടിച്ചു. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം. ആ ജന്തു അവന്റെ കൈമേൽ തടിച്ചു തൂങ്ങി. ബാർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ. ആരാന്ന് പറഞ്ഞു? ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല. നീതിദേവത ഇവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കത്തില്ല. ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് ആത്മാവിൽ നിറഞ്ഞോണേ. ചില പ്രതികൂലങ്ങൾ വന്നപ്പോ നാട്ടുകാരിരുന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവൻ ഇത്രയും നാളും പ്രാർത്ഥിക്കാൻ നടന്നിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, ഇവൻ പ്രാർത്ഥിച്ചിട്ടും ഗുണം വന്നിട്ടില്ല, ഇവന്റെ തലമുറയെ കുറിച്ച് നാട്ടുകാർ പറയാൻ തുടങ്ങി. ഇന്ന് അവിടെ നിന്നോണ്ട് ഈ പ്രവചനം വരാൻ പോകുന്നത്, അവിടെ നിന്നോണ്ട് ആത്മാവിന്ന് വെളിപ്പെടാൻ പോകുന്നത്. നിന്റെ കൂടെ ദൈവമുണ്ടെന്ന്, നീ പ്രാർത്ഥിക്കുന്നവനാണെന്ന് ഈ നാളുകളിൽ വെളിപ്പെടാൻ പോവുക. നിന്റെ തലമുറയെ ദൈവം കാണിക്കാൻ പോവുക. നിന്റെ ഭവനത്തെ ദൈവം പുറത്തോട്ട് കൊണ്ടുവരാൻ പോവുക. ഇന്ന് പകൽക്കാലം പൗലോസ് അതിനെ ആ ജീവിയെ ആ തീക്കകത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. തീയിലേക്ക് അവൻ കുടഞ്ഞു കളഞ്ഞു. പൗലോസിന് ഒരു ദോഷവും പറ്റിയിട്ടില്ല. കാരണം എന്താണെന്നറിയാം? കാരണം വചനം യേശു വിളിച്ചപ്പം പറഞ്ഞു, മരണകരമായി എന്ത് കുടിച്ചാലും എന്ത് കടിച്ചാലും നിനക്കൊരു ഹാനി വരത്തില്ല. പൗലോസിന്റെ അകത്തറിയാം. ഇന്ന് ആത്മാവിനകത്ത് അറിഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ദൈവസന്നിധി നിൽക്കുന്നവനാണ്, ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. എന്റെ ഗുരുനാഥൻ പറഞ്ഞത് എന്നാണെന്നറിയാമോ? എന്റെ കർത്താവ് പറഞ്ഞു എന്നാന്നറിയാമോ? പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോ പീലാത്തോസ് പറഞ്ഞു, നിന്നെ ക്രൂശിപ്പാനും വിട്ടയപ്പാനും അധികാരമുണ്ടെന്ന് പറയാൻ സ്വർഗത്തിൽ നിന്ന് നോക്കിയോണ്ട് യേശു പറഞ്ഞു, സ്വർഗം അനുവദിക്കാതെ നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകലെ ആത്മാവിനകത്ത് വിളിച്ചു പറഞ്ഞു, എന്നെ തൊടുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. എന്നെ തൊടുവാനോ എന്റെ തലമുറയെ തൊടുവാനോ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എനിക്ക് സമീപസ്ഥനായി ഉണ്ട്. ഓ, വിശ്വസിക്കുന്നത് മാത്രം ആ കർത്താവിനെ സ്തോത്രം ചെയ്തു പാലിൽ. നാട്ടുകാർ ചില കണക്ക് കൂട്ടി നിൽക്കുക, ബർബരന്മാർ ഇവിടെ കണക്ക് കൂട്ടി നിൽക്കുക. സമയം മുന്നോട്ട് നടക്കാൻ തുടങ്ങി. സമയം മണിക്കൂറുകളിലേക്ക് മാറാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇപ്പൊ ഇവൻ ദീർഘം, ഇപ്പൊ ഇവൻ ചത്തു വീഴും എന്നവർ അവർ കാത്തിരിക്കാൻ തുടങ്ങി. നിന്റെ കുടുംബം തീരാൻ പോകുകയാണ്, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് ചിലര് പറഞ്ഞുകൊണ്ട് നിൽപ്പില്ലേ? അവരുടെ മുന്നിൽ കൂടെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, യോസേപ്പിനെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. യോസേപ്പിനെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. സഹോദരന്മാരുടെ മുന്നിൽ കൂടെ ദേശത്തിനകത്തൂടെ നടത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറ, അതുപോലെ ദൈവം മാനിക്കപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ വിശ്വസിക്കുക, നിന്നെ ഉയർത്തുന്ന ഒരു, നിന്നെ തകർത്താതിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ബർബരന്മാരുടെ കണക്കൂട്ടലുകൾ മാറാൻ തുടങ്ങി. എന്താണെന്നറിയോ? ബർബരന്മാർ പറഞ്ഞു, ഇവനിപ്പം വീർക്കാൻ പോവുക, ഇവനിപ്പം ചത്തു വീഴാൻ പോവുക, ചത്തു വീഴുക ചെയ്യും എന്ന് വെച്ച് അവർ കാത്തിരുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞു ചിലർ കാത്തിരിപ്പുണ്ട്.
ഇനി അധികം കാലം പോകത്തില്ലെന്ന് കാത്തിരിക്കുന്നുണ്ട്. രാവിലെ വൈകിട്ട് വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ആമേ എന്താ എന്നറിയാൻ വേണ്ടി ആമി പലരോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നായി ആമി വീട് ജപ്തി ചെയ്തു പോയോ? അവന്റെ കൊച്ചുങ്ങളുടെ കാര്യം കേട്ടല്ലോ, ശരിയാണോ? അത് ശരിയാണോ? ചോദിച്ചോണ്ടിരിക്കില്ല. നിനക്കുള്ള മറുപടി സ്വർഗം തരാൻ പോവാ. നിനക്കെന്നറിയ പ്രത്യേകത? അവൻ ഇരിക്കാത്തൊരു പ്രത്യേകതയുണ്ട്. നിന്റെ മുന്നിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന ഒരു പായ നിന്റെ ഭാഗത്തുണ്ടെങ്കിൽ, നീ കണ്ണുനീരോടെ ദൈവസന്നിധി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അവന്റെ ഭവനത്തിൽ ഇറങ്ങി വരാത്ത ഒരുവനുണ്ട്. അത് നിന്റെ കർത്താവ് നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഹല്ലേലൂയ. ആമി വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടു. ചിലരുടെ പ്രതീക്ഷയൊക്കെ അസ്തമിക്കാൻ പോവുക. ചിലരുടെ പ്രതീക്ഷയൊക്കെ അസ്തമിക്കാൻ പോവുക. നിന്നെ നോക്കിക്കൊണ്ടിരുന്ന ചിലരുണ്ട് കേട്ടോ. ഇന്ന് എത്ര പേര് അങ്ങനെ അകത്തൂടെ കാണുന്നറിയത്തില്ല. ഇത് അധികം ഒന്നും പോകത്തില്ലെന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്. ഹല്ലേലൂയ. ആമേ ഞങ്ങളുടെ കയ്യങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇതും കൊണ്ട് അവസാനിക്കാൻ പോവുക. ആമേ ഇത്രയും നാൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളങ്ങ് മാറിയ എന്ത് നടക്കും? മാറിയ നിനക്കേ കുഴപ്പമുണ്ടാകത്തുള്ളൂ. പക്ഷെ ദൈവം തമ്പുരാൻ ഉളത്ത ദൈവം തമ്പുരാൻ കൈ പിടിച്ചവനുണ്ടല്ലോ, അവനെ തളർത്തുവാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പറഞ്ഞോണ്ട് ആമേ ഏലിയാവിന് വേണ്ടി ഒരപ്പത്തിന്റെ കഷ്ണം കൊടുത്തേച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോ ദൈവം തമ്പുരാൻ കലങ്ങളെ നിറച്ച് മാറ്റാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോ, നീ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം നിന്നെ മാനിക്കുമെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട് കുഞ്ഞേ. പ്രാർത്ഥിക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മുറ്റിരിക്കുക. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തവൻ, വചന ശുശ്രൂഷയ്ക്ക് മുൻതൂക്കം കൊടുത്തവൻ, ദൈവസന്നിധി മുഴങ്കാലും മടക്കിയവൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമത്തിന്റെ മുൻപിലാണെങ്കിൽ, മനുഷ്യരുടെ മുൻപിലല്ല ഞാൻ മുട്ടുമടക്കുന്നത്, എന്റെ കർത്താവിന്റെ മുൻപിലാണെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിൽ ഇട്ടാലും വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആമേ. ബർബരന്മാരുടെ പ്രതീക്ഷകൾ അസ്തമിക്കാൻ തുടങ്ങി. അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങാൻ പോവാ. പ്രാർത്ഥിക്കുന്നവർ നിങ്ങളോടൊരു ആത്മാവിൻ്റെ ഒരു ദൂത ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലർ നിങ്ങൾ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് തമ്പുരാൻ നിങ്ങളെ തുടങ്ങാൻ പോവാ. എത്ര പേര് ആമയും പറയുന്നുണ്ട്? ഹല്ലേലൂയ. ചിലരൊക്കെ പറഞ്ഞു വെച്ചോണ്ട് ഇനിയും പോകത്തില്ലെന്ന്. ആമേ. ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് പോകത്തില്ലെന്ന്. പക്ഷെ അവിടെ നിന്നോട് സ്വർഗം പറയുക, ആമി പത്രോസെ ഇവിടെ നിന്ന് തുടങ്ങാൻ പോവുക കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങാൻ പോവുക. പൗലോസിനെ കല്ലെറിയപ്പെട്ട് പട്ടണത്തിന്റെ വഴിയിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് എറിയുമ്പോ ആമി ഓടിക്കൂടി ജനം പറഞ്ഞ് പൗലോസ് ചത്തുപോയെന്ന്. സ്വർഗം പറഞ്ഞ് പൗലോസെ ഇവിടെ നിന്ന് നീ തുടങ്ങാൻ പോവുക. എത്ര പേര് ആമയും പറയുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ നിന്ന് തുടങ്ങാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ പറ്റും? ഇന്ന് പകലിൽ ഒരു തുടക്കം ആരംഭിക്കാൻ പോവുക. ഇന്ന് മുതൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് മുതൽ ദൈവം ചില അത്ഭുതങ്ങളിലേക്ക് മാറാൻ പോവുക. ഇന്ന് മുതൽ ചില ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കണക്കൂട്ടലുകൾ പ്രാളിപ്പോകുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിലാ. ഹല്ലേലൂയ. മനുഷ്യന്റെ കണക്കൂട്ടലുകൾ പാളിപ്പോകുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിലാ. നീ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതും രഹസ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതും ലോകം അറിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറയാ, അറിയുന്ന ഒരുവനുണ്ട് കേട്ടോ. അറിയുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. അത് തക്ക സമയത്ത് മുൻമഴയായി പിന്മഴയായി വെളിപ്പെടാൻ തുടങ്ങിയ പൗലോസ് പ്രാർത്ഥിച്ചതിന് പ്രതിഫലം വരിക. ബർബരന്മാർ പറഞ്ഞു, ഇവനോട് നീതി ദേവത കോപിച്ചിരിക്കുക, ഇവൻ മരിച്ചു വീഴും, ഇവൻ വീർത്തും. അമേ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ അവർ നോക്കി നിൽക്കെ പൗലോസിന് കേടില്ല എന്ന് കണ്ടപ്പോ ഹല്ലേലൂയ അവരുടെ മനസ്സ് മാറിയിട്ട് അവർ പറഞ്ഞു, ഇവൻ ഒരു ദേവനെന്ന് അവർ പറഞ്ഞു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോണ്, ഈ കറുത്ത ബൈബിളുമായിട്ട് ഇറങ്ങിപ്പോയിട്ട് നീ നേടിയില്ലെന്നല്ല, തമ്പുരാൻ നിന്നെ പട്ടണത്തിൽ അനുഗ്രഹിക്കാൻ പോവുക. ഈ വചനത്തെ വിശ്വസിച്ചവന്, ഈ വചനത്തെ പാലിച്ചവന് ആമേ തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ പട്ടണത്തിനകത്ത് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും.
അതുകൊണ്ട് ആ വചനം ഇങ്ങോട്ട് മാറിയപ്പോ പൗലോസിലേക്ക് മുഴുവൻ കണ്ണുകളും വരുവാൻ തുടങ്ങി. പൗലോസ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോ അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞു, നിനക്കായി ചെയ്ത ചില വാതിലുകളെ ഈ നാളുകളിൽ തുറക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. പ്രാർത്ഥിക്കുന്നവൻ പരാജയമല്ല, പ്രാർത്ഥിക്കുന്നവന് ജയം വരിക തന്നെ ചെയ്യുക. പ്രാർത്ഥിക്കുന്നവനോട് കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു കർത്താവ് തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുക. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് എന്ത് ചെയ്യരുത്? പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? മടുത്തു പോകല്ലേ, മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഇന്ന് പ്രാർത്ഥിക്കും, നാളെ ചില വിഷയങ്ങളുടെ മുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഒരു അത്ഭുതം നടന്നു കാണത്തില്ല, പക്ഷെങ്കിൽ ഒരു സമയം അതൊരു അത്ഭുതമായി മാറും. ഇന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, മണിക്കൂറുകൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ അത്ഭുതത്തിന്റെ വാതിലുകളെ ദൈവം യേശു കർത്താവ് പറയും എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു? മടുത്തു പോകാതെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. വല്ലപ്പോഴും ഒക്കെ സമയം കിട്ടുമ്പം ഏതെങ്കിലുമൊക്കെ സമയത്ത് എപ്പോഴാണ് ഫ്രീ ആകുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാനാ ദൈവം പറഞ്ഞല്ലേ. കർത്താവ് പറഞ്ഞ എന്നതാ, എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരാണ്. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറയുന്ന ആവശ്യമില്ലാത്ത ഫോൺ കോളൊക്കെ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആവശ്യമുള്ള വിളി നിങ്ങൾ ചുമ്മാതിരുന്ന് നടക്കുന്ന സമയത്തൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. നടപ്പിലും എടുപ്പിലും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. സ്വർഗം പെട്ടെന്ന് റിലീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാമത്തെ വാക്യം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. എങ്ങനെയുള്ളവരെ കുറിച്ചാ പറയുന്നേ? പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരോട് പറയാ, അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമായിട്ടുള്ള ഇപ്പം നിങ്ങളുടെ ഒരു വിഷയത്തിന് മുകളിൽ ദൈവം ഇടപെടുവോ? ഒരു വിഷയം നിങ്ങൾ ദൈവസന്നിധി പറഞ്ഞാൽ അതിന്മേൽ ദൈവം കരുതൽ വരുമോ? പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള എത്ര പേരിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്കറിഞ്ഞുകൂടാ. പ്രാർത്ഥനയിൽ കൂടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത്, പ്രാർത്ഥനയിൽ കൂടെ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തെ ഉറപ്പിക്കും. ഒരു ദിവസം ശരാശരി 4 മണിക്കൂറാണ് ഞാൻ ഉറങ്ങുന്നത്. നിങ്ങൾ പറയും ഇയാൾ കള്ളത്തരം പറയാമെന്ന്. നിങ്ങൾ പറഞ്ഞാലും ഒന്നുമില്ല, എൻ്റെ കർത്താവിനറിയാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചാൽ കരുതേണ്ടവൻ നിന്നെ കരുതിക്കൊണ്ടേയിരിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അല്ല, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നു ഉത്തരമരുള. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ദൈവം പറയും ഞാൻ കേൾക്കും. അപ്പൊ പ്രാർത്ഥന മറ്റെന്തിനേക്കാൾ കൂടുതൽ അനിവാര്യമാണ്. യേശു പറഞ്ഞു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ല. ചില ജാതി കൂട്ടിയിട്ടുണ്ടല്ലേ, ഇത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാ പറഞ്ഞേ. എന്നാൽ അത് ഉളവായി വരും. എന്തിനേക്കാൾ വലുത് പ്രാർത്ഥിക്കുന്നവരായി മാറണം. ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസഭ അനുഗ്രഹമായി മാറും. ദൈവസഭയ്ക്കകത്ത് കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് ആത്മാവിൽ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്ത് ചങ്ങലകൾ അഴിയും. ദൈവസഭയ്ക്കകത്ത് ഇടുവിൽ ഒരുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്ത് അത്ഭുതകരമായ വിടുതൽ നടക്കും. ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസന്നിധി ഉറപ്പോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ആ സഭയിൽ ദൈവം തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെടും. പലപ്പോഴും ആ വ്യക്തിയെ ചിലപ്പോൾ ലോകം അറിഞ്ഞെന്ന് വരത്തില്ല, പക്ഷെ ദൈവം അറിയുന്നുണ്ട്.
ബന്ധനങ്ങൾ അഴിയുമെന്ന് പറയും. ബന്ധനങ്ങൾ അഴിയണമെന്നില്ല. ബന്ധനങ്ങൾ അഴിഞ്ഞു പോയെന്ന് പറയുന്നവരെ ഞങ്ങൾ ബന്ധനം ഇപ്പോഴഴിഞ്ഞു, ഒന്നും അഴിയത്തില്ല, ചുമ്മാതാ. എത്ര ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ആളുകൾ പറയുന്നു ബന്ധനം അഴിഞ്ഞു, ഇപ്പോൾ അഴിഞ്ഞു, കെട്ടഴിഞ്ഞു. ഒരു കെട്ട് വഴിയത്തില്ല. കാരണമില്ലാതെ ഒരു ശാപവും ഫലിക്കത്തില്ല. പുറകെ ചലിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവസന്നിധിയിലിരുന്നാൽ അത് തനിയെ അഴിയപ്പെടും. പ്രാർത്ഥിക്കാത്ത ഒരുവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി സ്വർഗം ഇടപെടാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ ആമി എത്ര വലിയ വാതിലുകൾ അടച്ചാലും അത് തനിയെ തുറക്കപ്പെടുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്നവനെ വിധിക്കാൻ നടക്കല്ലേ, അത് അപകടമാ. പ്രാർത്ഥിക്കുന്നവനെ നേരെ വിരൽ ചൂണ്ടാൻ നിൽക്കല്ലേ. ആമീൻ. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. പ്രാർത്ഥന എല്ലാത്തിനും അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ എന്തിനേലും ഭയപ്പെടണോ? അല്ലോ, നിങ്ങളുടെ അകത്ത് മന്ത്രവാദികളെയും മന്ത്രശക്തികളെയും ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാ. അനേകർ വിളിച്ചു ചോദിക്കുന്നു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം, ആരാണ്ട് ഏതാണ്ട് ചെയ്തു വെച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്യാത്തവനായതുകൊണ്ടാ? ദൈവ സാന്നിധ്യവും അനുഭവിച്ചവനാണെങ്കിൽ ഈ 50 പൈസയുടെ മെഴുകുതിരിയിലും 50 പൈസയുടെ മഞ്ഞളിനും നീ പേടിക്കേണ്ടി വരത്തില്ല. ദൈവവുമായുള്ള ബന്ധത്തെ നീ ഉറപ്പിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലും പറയണം, ഒരു മന്ത്രവാദിയും നീ ഭയപ്പെടേണ്ട ആവശ്യം വരത്തില്ല. ഒരു ഇരുട്ടിന്റെ അധികാരവും നിന്നെ തൊടത്തില്ല. ഇന്ന് പകൽക്കാലം പറയണം, സ്വർഗത്തിലെ ദൈവം ആമി എനിക്ക് കൂടെ നിൽക്കുന്നെങ്കിൽ. അതുകൊണ്ട് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുക, എനിക്ക് ചുറ്റും അവൻ തീമതിലായി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ അറിയണം, ഒരു മന്ത്രവാദിക്കോ ഒരു അഭിചാരക്കാരനോ എന്നെ തൊടുവാൻ പറ്റത്തില്ലാത്തതിന്റെ കാരണം സ്വർഗം എനിക്ക് ചുറ്റും വേലിയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അപ്പൊ പ്രാർത്ഥനയിൽ ആമി എങ്ങനെ ഇരിക്കുന്നവരായിരിക്കണം? ഉറ്റിരിക്കുന്നവരായിരിക്കണം. ആമി. അതുകൊണ്ടാണ് ഒന്ന് തീമോത്തിയോസിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പറയുക. 1 തീമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. 1 തീമോത്തിയോസ് വായിച്ചു. ദാവീദിന്റെ സന്തതിയായി 1 തീമോത്തിയോസ് 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോൾ ആകയാൽ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പൊ എന്നാ അവിടെ വരുന്നു? പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നു? ആകയാൽ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന പ്രാർത്ഥന നടക്കാതിരിക്കുന്ന കാരണം എന്നാ? വാഗ്വാദവും. ആരോടാ പറയുന്നേ? പുരുഷന്മാരോട് പറയുക. എന്നാ ഇരുന്ന് പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകലണം. എന്തിനു വേണ്ടി? അപ്പോസ്തലന്മാർ പറഞ്ഞ എന്തായിരുന്നു? പ്രാർത്ഥനയാലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ ഉറ്റിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുക, എന്തിൽ നിന്ന് നിങ്ങൾ അകലണം? കോപത്തിൽ നിന്നും വാഗ്വാദത്തിൽ നിന്നും സഭയ്ക്കകത്തുള്ള എല്ലാ ഇടപാടുകളിൽ നിന്നും. മനസ്സിലായോ? സഭയ്ക്കകത്ത് ചക്രം വഴക്ക് പിടിക്കാനും അതിനൊന്നും നിൽക്കാതെ എന്ത് ചെയ്യാൻ പറഞ്ഞു? കർത്താവിൻ്റെ ഉറവെ പകുതിക്കുള്ള പുരുഷന്മാർ വീട്ടിൽ ഇരിക്കുന്നതിനാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവരൊരു വഴക്കനും വരുന്നില്ല, അവർ വരുന്നുമില്ല. അതിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വന്നാലല്ല കുഴപ്പമുണ്ടാവുള്ളൂ, വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ സന്തോഷം. അതിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എങ്ങനെ കർത്താവ് മനസ്സറിയുന്നു. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് അവരെന്ത് ചെയ്യാനാ പറഞ്ഞേ? വിശുദ്ധ കൈകളെ ഉയർത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദേശം വിടുവിക്കപ്പെടണമെങ്കിൽ, ബാധകൾ ഒഴിയപ്പെടണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായി നിന്റെ ഭവനത്തിനകത്ത് എഴുന്നേക്കണം. നിന്റെ തലമുറ ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ, തലമുറ ശാപത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ നീ ഒരു പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവനായി മാറണം. അപ്പൊ ദൈവം പറയുക, ചില ഡിമാൻഡുകൾ വെച്ചിട്ട് പറയാം, നീ എങ്ങനായി തീരണം?
പ്രാർത്ഥനയിലിരിക്കുന്നവനായി മാറണം. ഭവനത്തിലെ വിടുതൽ നടക്കാതിരിക്കുന്നെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ഭാവി തകർന്നു പോകുന്നെങ്കിൽ, സഭയ്ക്കകത്ത് സ്വസ്ഥത വരാതിരിക്കുന്നവരെങ്കിൽ എന്താ അതിന് കാരണം പറയുന്നത്? വാഗ്വാദവും കോപവും കൊണ്ട് നിറഞ്ഞിരുന്നാൽ അതിനകത്ത് ഒരു അത്ഭുതവും നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം പറയണം, ദൈവസഭയ്ക്ക് ദൈവം ഒരു സിസ്റ്റം വെച്ചു. എന്നതാണ്? നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പരിശുദ്ധാത്മാവിന് ഉപദേശം കേൾക്കണം, അപ്പോസ്തലന്മാർ ഉപദേശം, കൂട്ടായ്മ ആചരിക്കണം, അപ്പഞ്ഞൊടുക്കണം, പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണം. ഇതാ ദൈവസഭയോട് ദൈവം പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ ഒരു ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ സ്വർഗവും വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടണമെന്ന് വരികിൽ ദൈവസഭ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഒരു കൂട്ടം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദേശത്തുള്ള എത്ര വലിയ അന്ധകാര ശക്തിയാണെങ്കിലും ആ ദേശത്തുനിന്ന് വഴിമാറിപ്പോകാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ ഭവനത്തെ ചുറ്റാൻ നിൽക്കുന്ന ഒരു ശക്തിക്കും വരാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഒരു ഇരുട്ടിന്റെ അധികാരവും വരത്തില്ല. പ്രാർത്ഥനയ്ക്കായി ഒരു ഭാവിരിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥനയ്ക്കായി ഉറ്റിരിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ ചരിത്രത്തെ ദൈവം തമ്പുരാൻ മാറ്റിക്കഴിയും. അപ്പോസ്തലന്മാർ പറയുന്നു, പ്രാർത്ഥനയാൽ പൗലോസിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ടിരിക്കുന്ന പൗലോസിനെ കുറിച്ച് അനന്യാസിന്റെ അടുത്ത് ദൈവജനൻ പറയുന്നു, അനന്യാസെ നീ പോണം. എന്തിനു വേണ്ടി? പൗലോസിന്റെ അടുത്ത് പോണം. എന്നതാ കാരണമെന്നറിയോ? പൗലോസിന്റെ ബന്ധി കൈവെക്കുമ്പോ അവന്റെ കണ്ണിന്റെ കാഴ്ച മടങ്ങി വരാൻ പോകുക. പറയുന്നു, അന്യാസ് പറയൂ, അയ്യോ എനിക്ക് പോകാൻ പറ്റത്തില്ല അവന്റെ അടുക്കൽ, അവൻ നമ്മളെ പീഡിപ്പിച്ച് നടന്നവനാന്ന് പറയുമ്പോ സ്വർഗത്തിലെ ദൈവം ഒരു വാക്ക് പറയുക. അവൻ എന്താ പറയുന്ന അറിയാമോ? അവന്റെ പ്രാർത്ഥനയിൽ നീ വരുന്നത് കണ്ടു കഴിഞ്ഞു. ഇന്ന് പകൽ ആത്മാവിനകത്ത് പ്രാർത്ഥനയിൽ ചില ദർശനങ്ങൾ തരുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ ചില ദർശനങ്ങൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് കൊർന്നല്യോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു വെളിപ്പാട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പത്രോസായ ശീമോൻ എന്ന് പേരുള്ള പത്രോസിനെ വിളിച്ച് നീ സുവിശേഷം കേൾക്കണം. അവൻ പത്രോസിനെ വിളിച്ച ഭവനത്തിൽ കൊണ്ടുവന്നപ്പോ യേശു കർത്താവിനെ കുറിച്ച് പത്രോസ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിന്റെ കാരണം പത്രോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നത് കൊണ്ട്. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പട്ടണത്തിന്റെ വാതിലുകൾ മാത്രമല്ല, ദേശത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഇരിക്കുക. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെട്. പ്രാർത്ഥന അത്ഭുതങ്ങളിലേക്ക് വഴിമാറുന്നത്, പ്രാർത്ഥന ഒരു ജീവിതത്തെ മാറ്റുന്നത്, പ്രാർത്ഥിക്കുന്ന. അതുകൊണ്ട് യേശു പറഞ്ഞു, 2 പേർ ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഏത് വിഷയത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ചാലും അതിന്റെ മുകളിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അത്ഭുതം ചെയ്യും. ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണോ? 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥന വെളിപ്പെടുന്നുണ്ടോ? 2 പേർ ഐക്യതയോടെ പ്രാർത്ഥന വെളിപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞോ, ഒരു അത്ഭുതത്തിന്റെ വാതിൽ തുറക്കാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി തടസ്സങ്ങൾ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഇറങ്ങി നിന്നാൽ മരിച്ചവൻ ഉയർത്തപ്പെടുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഇറങ്ങി നിന്നാൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം അവയെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ നിന്റെ ഭവനത്തിൽ വന്നാൽ നിന്റെ വീടിന്റെ നിന്നയെ ദൈവം തമ്പുരാൻ മാറ്റി എഴുതുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറയുകയാണ്, ആകയാൽ പുരുഷന്മാർ എല്ലാവരും കോപവും വാഗ്വാദങ്ങളും വിട്ടകന്ന് എന്ത് ചെയ്യണം? വിട്ടകലണം. വിടേണ്ടതിനൊക്കെ വിട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. വിടുന്നതിലൊക്കെ വിട്ടേച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയാ, ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയാ, നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ പറഞ്ഞു, അവർ പ്രാർത്ഥനയാലും വചന ശുശ്രൂഷയിലും അവരുറ്റിരുന്നു. ഇന്ന് പകൽ അറിയണം, യേശു കർത്താവ് പ്രാർത്ഥിച്ചു തുടങ്ങി. കാനാവിൽ അത്ഭുതങ്ങൾ നടക്കാതെ യേശു ഉയർന്ന മലയിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം യേശു കടലിന്റെ മേൽ നടക്കുവാൻ തുടങ്ങി. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നിനക്ക് അത്ഭുതങ്ങൾ നിന്റെ കൈകളിൽ നടക്കും. പ്രാർത്ഥിക്കുന്ന നിന്റെ മുന്നിൽ ഭൂതങ്ങൾ അലറി വിളിക്കുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന നിന്റെ മുന്നിൽ വഴികൾ ദൈവം തമ്പുരാൻ തുറക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം പറയാം, മനുഷ്യനിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ യഹോവയിലാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു വരണം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഒരാളെ കൂടെ ഞാൻ കൊണ്ടുവരാൻ പോവുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കുന്നവനെ കുറിച്ച് കൊണ്ടുവരിക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം.
എന്നാൽ രേഖകൾ എഴുതിയിരിക്കുന്നു രേഖയിൽ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ. നോക്കണേ, ദാനിയേൽ പ്രശ്നം വന്നപ്പോഴല്ല, നമ്മൾ നോക്കിയേ, പ്രശ്നം വന്നപ്പോൾ ഒറ്റ ഇരിപ്പാ. ദൈവദാസനോട് പറയും, ഇരിക്കാം കേട്ടോ, ഇരുന്നേക്കാം. ഇത്ര നാൾ ഇരിക്കണ്ടായിരുന്നു, ഇപ്പൊ ഇരുന്നേക്കാം. സമയമുണ്ടോ ഇരിക്കാൻ? ഞാനും ഇരിക്കാം. ഇവിടെ ദാനിയേലിനെ വായിക്കുമ്പോൾ ദാനിയേലിനെ കുറിച്ച് പറയുന്ന വാചകം നോക്കിയേ. ദാനിയേൽ വായിച്ചേ. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു പോരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച്. ഈ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്ത് എത്ര പേരുണ്ട്? അള്ളത്തരം പറയല്ലേ, മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവര്. ദാനിയേൽ പ്രവാചകൻ പറയുക, മുട്ടുകുത്തി തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്നിട്ട് അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു. അവർ അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധി ചെന്നു. രാജാവിന്റെ വിരോധ കൽപ്പനയെ കുറിച്ച് സംസാരിച്ചു. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയുടെ അല്ലാതെ യാതൊരു ദേവനോടും മനുഷ്യനോടോ ഏതു മനുഷ്യനെ സിംഹങ്ങളുടെ കുടിയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിയിട്ടില്ലയോ എന്ന് ചോദിച്ചു. നീക്കം വരാത്ത നിയമപ്രകാരം ആമീൻ, രാജാവിനെ അല്ലാതെ, രാജാവിനോടല്ലാതെ ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ദാനിയേൽ ദൈവത്തെ ഭയപ്പെടുന്നവനും മുൻപേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവനും, പുതിയ പ്രാർത്ഥനയല്ല, മുൻപേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവനായ ദാനിയേൽ 3 പ്രാവശ്യം ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കുമ്പോൾ രാജ കൊട്ടാരത്തിൽ നിന്നും വ്യക്തി ഇത് കണ്ടിട്ട് രാജാവിനോട് ചെന്ന് ചോദിക്കുക, ഉറപ്പ് തന്നെ എന്ന് ഉത്തരം കൽപ്പിച്ചു. അതിനവർ രാജസന്നിധി രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതി വെച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അവനവന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു വരുന്നു എന്നുണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം. അവർ രാജാവിന് ഇവനെ കൊല്ലുവാൻ മനസ്സില്ലാഞ്ഞുകൊണ്ട് ഇവർ പ്രയത്നങ്ങൾ നടത്തി. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്നു. രാജാവേ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു. രാജാവ് കൊടുത്ത കൽപ്പനയ്ക്ക് വ്യത്യാസം വരുത്തരുതെന്ന് അവരോട് പറയുക, ബോധ്യമാക്കിയിരിക്കണമെന്ന് രാജാവ് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. 3 തവണ ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ദാനിയേൽ ഒരു രാജ്യത്തിന്റെ നിയമപ്രകാരം സിംഹക്കുഴിയിലേക്ക് കളയണമെന്നുള്ള രാജ്യത്തിന്റെ നിയമപ്രകാരം, ആ രാജ്യത്തിന്റെ നിയമപ്രകാരം ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് അവർ വലിച്ചെറിയപ്പെടുമ്പോൾ അവർ ഒരു കല്ലുകൊണ്ട് വന്ന് ഗുഹയുടെ വാതിക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തന്റെ മഹത്തുക്കളുടെ മോതിരം കൊണ്ട് അതിനെ മുദ്രയിട്ടു. സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞു. രാജ്യത്തിന്റെ നിയമത്തിനെതിരായി പ്രാർത്ഥിച്ചവൻ, ജീവനുള്ള ദൈവത്തെ പ്രാർത്ഥിച്ചവനെ എടുത്ത് സിംഹക്കുഴി കളയുമ്പോൾ പിന്നെ രാജാവ് രാജസന്നിധി ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചുകൂട്ടി. അവന്റെ സന്നിധി വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. 19-ാമത്തെ വാക്യം പറയുന്നു, രാജാവ് അതികാലത്തെ എഴുന്നേറ്റു സിംഹത്തിന്റെ ഗുഹയ്ക്ക് അരികിൽ ചെന്നു. രാജാവ് ദുഃഖശബ്ദത്തിൽ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ
നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? നിന്നെ സിംഹങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ നീ പ്രാപ്തനായോ? ഇവിടെ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഒന്ന് കേട്ടോണേ. ആമീൻ. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ആമീൻ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവ സിംഹങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ഇന്ന് പകലിൽ ആത്മാവിനകത്തറിയണം, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ആമീൻ, ദൈവസന്നിധി മുഴങ്കാൽ മടക്കുന്നവനാണെങ്കിൽ, നിനക്കെതിരായി വരുന്ന ഏത് കയ്യെഴുത്തിനെ മായ്ക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടോ. ഇന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, ആമീൻ, പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് ഒരുത്തന്റെ അന്ത്യമാണെങ്കിൽ, ഒരു ദൈവത്തെ വിളിക്കുന്നവന്റെ തകർച്ചയാണെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നവന്റെ പരാജയമാണെങ്കിൽ, അവന്റെ തലമുറയുടെ പരാജയമാണെങ്കിൽ, നിന്റെ ഭവനത്തിലെ തലമുറയുടെ പരാജയമാണെങ്കിൽ, അത് നിന്റെ പരാജയമാണെങ്കിൽ, ദൈവസഭയുടെ പരാജയമാണെന്ന് ഉറ്റി നോക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാ, ഞങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഒരു ജീവനുള്ള ദൈവത്തെയോ. എത്ര പേർ ആമീൻ വിളിച്ചു പറയാൻ റെഡിയാകുന്നുണ്ട്? സിംഹത്തിന്റെ കുഴിയിൽ അകപ്പെട്ടു പോയാൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് എന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ദാനിയേൽ പറയുന്ന വാക്കാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൂതൻ തന്റെ ദൂതനെ അയച്ചു. എത്ര പേർ ആമീൻ പറയാണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ആമീൻ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം അറിയണം, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, ആമീൻ, ശൈലി മാറണം കേട്ടോ. പ്രാർത്ഥനയുടെ ശൈലി മാറണം, ജീവിതത്തിന്റെ ശൈലി മാറണം. ദൈവസന്നിധി ദൈവസഭയോട് കൂടി ചാർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരുവൻ അറിഞ്ഞു അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കാനിരുന്നാൽ മതി, അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുക? പ്രാർത്ഥിക്കാനിരുന്നാൽ, ആമീൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസഭയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവർക്കറിയാം അത്ഭുതകരമായ ദൈവപ്രവൃത്തിയാണ് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ചെറിയ കാര്യത്തിലൊന്നുമല്ല വെളിപ്പെടുന്നത്, അത്ഭുതകരമായി. ആമീൻ. മനുഷ്യൻ ചിന്തിക്കാത്ത വാതിൽ തുറന്നുകൊണ്ടാണ് ദൈവം വരുന്നത്. മനുഷ്യൻ ചിന്തിക്കാത്ത, ആമീൻ, മനുഷ്യൻ ഒരിക്കലും, ആമീൻ, മനസ്സിൽ കണക്ക് കൂട്ടാത്ത അത്ഭുതങ്ങളുമായി ദൈവം ഇറങ്ങി, ദൈവത്തിന്റെ ദൂതന്മാർ വരികയാ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് പകൽക്കാലം പറയാം, പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ വഴിമാറണോ? നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതെ ദൈവസന്നിധിയിൽ ഒന്നും നടക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്കായി. അതുകൊണ്ട് ദാനിയേൽ പറയുന്നു, ദാനിയേൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പറയാം, ലോകത്തിലുള്ള എന്തവനെ തകർക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗം നിനക്ക് അനുകൂലമായി മാറിയാൽ, സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞ കാരാഗ്രഹത്തിൽ അടച്ചാൽ, ആമീൻ, വഴികൾ അടച്ചു കളഞ്ഞാൽ, മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തിയാൽ, നിന്നെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു പറയുന്നവർക്ക് ഹല്ലേലൂയ. ആമേൻ. ഒരു കർത്താവിന്റെ അരികിലിരിപ്പാ, ദൈവസന്നിധിയിൽ ഇരിപ്പാ, സാഹചര്യങ്ങളെ നോക്കാതിരിപ്പാ, ദൈവസന്നിധി സമയം കണ്ടെത്തി ഇരിപ്പാ, ദൈവത്തോട് ചേർന്ന് നടപ്പാ, സ്വർഗത്തിലെ ദൈവത്തിന്റെ അരികിലിരുന്ന നിനക്ക് വേണ്ടത് മുഴുവൻ അവൻ നൽകി തരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ഒരു വാതിൽ തുറക്കപ്പെടണമോ? തലമുറയ്ക്കകത്ത് ഒരു അത്ഭുതം നടക്കണമോ? ഇന്ന് പകൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിര്, നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കോ. അവൻ നിനക്ക് ശുശ്രൂഷ വെളിപ്പെടണമോ? നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ഭൂതങ്ങൾ നിന്റെ കൈകളിൽ കീഴടങ്ങപ്പെടണോ? നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ശക്തിയോടെ പ്രവചിക്കാൻ തുടങ്ങണമോ? അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ളവൻ. എന്തുകൊണ്ട്? ഏലിയാവ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ വാതിലുകളെ തുറന്നു തരാം. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ. അവൻ അതുകൊണ്ട് യേശു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പേ നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രതികൂലം വന്ന് സകല വാതിലും അടയുമ്പോ ആമി പാത്തിച്ചാൻ വേണ്ടി ഇറങ്ങല്ലേ കേട്ടോ. പ്രാർത്ഥിക്കാൻ ഇറങ്ങുന്നവൻ ആമി പരീക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുന്നവൻ പരീക്ഷയിൽ കടക്കത്തില്ല, പരീക്ഷകൻ വഴിമാറി പോക്കോളൂ. ഹല്ലേലൂയ. പ്രതികൂലം വരുന്നതിന് ദാനിയേൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ സിംഹക്കുഴി റെഡിയായിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ദാനിയേലിന് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വർഗത്തിന്റെ ദൂതൻ ഇന്ന് പകൽ ആത്മകണ്ണിനകത്ത് കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദാനിയേലിന്റെ കൈകളും കാലുകളും പിടിച്ചു കെട്ടി ഹല്ലേലൂയ സിംഹക്കുഴിയിൽ എറിയുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ദാനിയേലിന്റെ വായ ദാനിയേൽ അവിടെ ചെല്ലുന്നതിന് മുമ്പ് സിംഹത്തിന്റെ വായ സ്വർഗത്തിലെ ദൈവം അടച്ചെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധ നീ ഒരു പ്രശ്നത്തിൽ കടക്കുന്നതിന് മുമ്പേ നിനക്കുള്ള പുതുവഴികളെ ദൈവം തമ്മിൽ തുറന്നു കഴിയുക. നീ ഒരു പ്രശ്നത്തിൽ ചെല്ലുന്നതിന് മുമ്പേ, നീ ഒരു പ്രതികൂലത്തിൽ ചെല്ലുന്നതിന് മുമ്പേ, നീ രോഗത്തിൽ ചെല്ലുന്നതിന് മുമ്പേ സൗഖ്യദായകന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കും. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. ഇന്ന് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക ഇന്ന് പകലിൽ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവൻ. അതുകൊണ്ടാണ് മാർത്തയും മറിയയുടെ അരികിൽ വന്ന യേശു പറയുന്നു, ബാക്കിയുള്ള വായിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ യേശു കർത്താവ് പറയുന്ന ഒരു വാക്ക് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതിൽ പറയുന്ന വാക്കിതാണ്. ആ 40-ാമത്തെ വാക്യം പറയുന്നു, മാർത്തയോ വളരെ ശുശ്രൂഷയെ കുഴഞ്ഞിട്ട് അടിക വന്ന് കർത്താവ് എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു, നിനക്ക് വിചാരമില്ലയോ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അവളോട് അപഹരിക്കത്തില്ല. നീ ഏറ്റെടുത്തത് നല്ല അംശമാണെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവന് കൊടുക്കുന്ന സ്വർഗത്തിന്റെ ഓഹരിയാ. ഇന്ന് പകൽക്കാലം പറയണം, സ്വർഗത്തിന്റെ ഓഹരിയാ നിന്റെ മേൽ വരാൻ പോകുന്നത്. ഓ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഭവനമാ. പ്രാർത്ഥിക്കുന്നവന് വഴി ഒരുക്കുന്നത് അത്ഭുതത്തിന്റെ വാതില. അവൻ മനുഷ്യൻ അടയ്ക്കുന്ന വാതിലല്ല. മനുഷ്യൻ നിന്റെ മുന്നിൽ അടച്ചാൽ സ്വർഗം ചില വാതിലുകളെ തുറക്കുകയാ. നല്ല അംശം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി പട്ടണത്തിന്റെ വാതിലൂടെ ദൈവം തമ്മിലെ തുറന്നു തരും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവനാണോ? ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവനാണോ? ഇന്നവർ പ്രാർത്ഥിക്കുന്നവനാണോ? മണിക്കൂറുകൾ ദൈവസന്നിധി നിലവിളിക്കുന്നവനാണോ? അവന് വേണ്ടി ഇറങ്ങി വരുന്നൊരു സർവശക്തനായ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. പ്രാർത്ഥിക്കുന്നവന്റെ പാപങ്ങൾ ദൈവം മോചിപ്പിച്ചു തരും. പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുനീരുകൾ സ്വർഗം കേൾക്കും. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ ദൈവം തമ്മിലെ മാനിക്കും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വഴികളെ ഒരുക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനാകുന്നു. ഹല്ലേലൂയ. എന്നിൽ ഫലം കായ്ക്കാത്തതിനെ എല്ലാം വെട്ടി തീയിലിട്ടുകളെ. എന്നിൽ ഫലം കായ്ക്കുന്നവൻ അധിക ഫലം കായ്ക്കേണ്ടതിന് എത്ര പേര് ആമേൻ പറയുന്നു? പ്രാർത്ഥിക്കുന്നവൻ അധിക ഫലത്തിലേക്ക്, പ്രാർത്ഥിക്കുന്നവൻ അധിക ബലത്തിലേക്ക്. ആമേൻ. ആത്മാവിനകത്ത് പോലെ പ്രാർത്ഥിക്കുന്നവന്റെ അഹ്റോന്റെ വടി തളർത്ത പോലെ അവൻ സ്ഥല സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കുക. മാമ്പ്രയുടെ തോട്ടത്തിന്റെ അകത്തിരുന്ന പ്രാർത്ഥിച്ച അബ്രഹാമിന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുന്നവന്, ആത്മാവിനെ നിറയെ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, നിന്നെ ഒരു ശക്തിക്ക് കീഴടക്കാൻ പറ്റത്തില്ല. ഒരു ശക്തിക്ക് കീഴടക്കാനില്ല. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാകണം. എപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവരാണ്, പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്നവനോട് ദൈവം പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. അല്ല, എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട വരത്തില്ല. പ്രാർത്ഥനയാൽ ഉപവാസത്തിൽ ജീവിക്കുന്നവനാണോ? നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. തക്ക സമയത്ത് നിനക്ക് മുൻമഴയും തക്ക സമയത്ത് നിനക്ക് പിന്മഴയും തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വാതിലിനെ തുറക്കുമെന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വലുതായി മാറണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അനിവാര്യമായി മാറണം. പ്രാർത്ഥിക്കുന്ന ഒരുവനാ മാനസാന്തരം ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരുവനാ നന്മ ചെയ്യുന്ന ഈ മടുത്തു പോകരുതെന്ന് പറയുന്നെങ്കിൽ, നന്മ ചെയ്യുന്നെങ്കിൽ പ്രാർത്ഥിക്കണം. അവനെ ആത്മാവ് വരത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ മനുഷ്യനെ നോക്കാതെ ദൈവത്തെ നോക്കി ഇറങ്ങി നടക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ കാൽ അതിമനോഹരമാക്കി ദൈവം തമ്പുരാൻ മാറ്റുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മനുഷ്യന്റെ ശബ്ദം കേട്ടല്ല നീ ജീവിക്കേണ്ട, സ്വർഗത്തിന്റെ ശബ്ദം കേട്ട്. അതുകൊണ്ട് മനുഷ്യൻ പറയുന്നു, മനുഷ്യൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഇവന്റെ കൂട്ടുകെട്ട് പാപിനികളോട് ചുങ്കക്കാരോടും അല്ലയോ എന്ന് ചോദിക്കുന്നു. പരീശന്മാർ ചോദിക്കുന്നു. ചോദ്യോടെ നിൽക്കട്ടെ. കർത്താവിന്റെ മഹത്വം തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ആത്മാവിനകത്ത് പറയുക, യേശു എനിക്ക് ഒരടയാളമാണെങ്കിൽ, യേശുവിന്റെ ഭാവം തന്നെ എന്നിൽ ഉണ്ടാകണമെങ്കിൽ, കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ യേശു പറയുന്നു, ഇവർ ചെയ്യുന്ന എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ കാരണം യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നത് കൊണ്ട്. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം പറയാ, നിന്റെ മുഴങ്കാല് മനുഷ്യന്റെ മുന്നിൽ മടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. മനുഷ്യന്റെ മുന്നിൽ നിന്റെ മുഴങ്കാല് മടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീയോ നിന്റെ ഭവനമോ ദേശത്തിൽ ലജ്ജിച്ചു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാൽ ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ഞാൻ വചനം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണം. പ്രാർത്ഥന ശാപക്കെട്ടുകളെ മാറ്റുന്നതാ. പ്രാർത്ഥന ജീവിതത്തെ മാറ്റുന്നതാ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തെ മാറ്റി, ഏലിയാവിൻ്റെ ജീവിതത്തെ മാറ്റി, എലീശയുടെ ജീവിതത്തെ മാറ്റി, യോഹന്നാൻ്റെ ജീവിതത്തെ മാറ്റിയത് പ്രാർത്ഥിക്കുന്നവരായോണ്ടാണ്. ഇന്ന് പകൽ ഞാൻ പറയും, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയാൽ, പ്രാർത്ഥിക്കാനിരുന്നാൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ കർത്താവിൻ്റെ മേശയെങ്കിലേക്ക് കരം നീട്ടുമ്പോൾ